എന്റെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ സ്നേഹം കർത്താവ് നിറയ്ക്കുവാനിടയായി. ആ സ്നേഹവുമായിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ട്രാക്റ്റുമായിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ട്രാക്ട് ഒറ്റയ്ക്ക് കൊടുക്കുമായിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡ് കോളേജ് ശാസ്താംകോട്ട പഠിക്കാനുള്ള അവസരമുണ്ടായി. അവിടെയും ഒറ്റയ്ക്ക് സുവിശേഷം പറയുക മാത്രമല്ല, ഒറ്റയ്ക്ക് ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കോളേജ് അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്ക് ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമല്ല. എന്നാൽ എനിക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല, യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. ഇന്നും അത് കെട്ടടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം കൃപ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ട് കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഒന്ന് സ്തോത്രം പറയുന്നതിൽ, മറ്റൊന്ന് സുവിശേഷം പറയുന്നതിൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, രണ്ട് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഇത് രണ്ടും അന്ന് തുടങ്ങിയതാണ്. ഇന്നും അത് തുടരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനാൽ നാമത്തെ ഞാൻ വളരെ ആദരവോടെ സ്തുതിക്കുന്നു. അങ്ങനെ സ്തോത്രം പറയുന്ന ഒരു സ്വഭാവം ദൈവം എനിക്ക് തന്നതുകൊണ്ട് ആണോ എന്തോ, എനിക്കൊരു പ്രത്യേക അവസരത്തിൽ പാട്ട് എഴുതുവാനുള്ള കൃപ ദൈവം തന്നു. ഏകദേശം 70-ലധികം പാട്ടുകൾ എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട വരിക മനമേ സ്തുതിക്കാം, യഹോവേ നീ എത്ര നല്ലവൻ, എന്റെ ദൈവത്തെ പോലെ നല്ലൊരു ദൈവം വേറെ ഇല്ല, ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ ഞാൻ എങ്ങനെ മൗനമായിരിക്കും, ഇത്യാദി പാട്ടുകൾ മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും പാടുമ്പോൾ നോർത്ത് ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളിലും പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ് വരിക മനമേ മേരെ മൻ കർലെ താരിഫ്. അങ്ങനെ ഞാൻ സ്തോത്രം പറയുന്നതിൽ സന്തോഷം കണ്ടെത്തിയത് കൊണ്ട് പാട്ട് സ്തുതിസ്തോത്രങ്ങൾ കൊണ്ട് നിറയപ്പെട്ടത് 1000 ദൈവമക്കൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ പാട്ട് ആദ്യം പഠിപ്പിക്കുന്നത് റൊണാൾഡ് ബോംഗയുടെ ഡൽഹിയിലെ ക്രൂസൈഡിലായിരുന്നു, മേരെ മൻ കർലെ താരിഫ്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ദേവദാസന്മാർ വന്നതുകൊണ്ട് അവരൊക്കെ അത് പഠിച്ചിട്ട് പോയി അവരുടെ സഭകളിൽ പാടി. ഇപ്പോഴും ആ പാട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഉപയോഗിക്കുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയതുപോലെ അത് എനിക്ക് ഇപ്പോഴും ഞങ്ങൾ വളരെയധികം പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പാട്ടുണ്ട്, ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ എങ്ങനെ ഞാൻ മൗനമായിടുന്നുള്ളൂ. ഇത് 2009 ട്യൂൺ ചെയ്ത് പാടിയത്. എന്നാൽ അതിനുശേഷം ഇതുപോലൊരു പാട്ട് ഉണ്ടായിട്ടുണ്ട്, അത് കുറച്ചും കൂടി ഫേമസ് ആണ്. എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു സ്റ്റാൻസ് ഞാൻ പാടാം. ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ എങ്ങനെ ഞാൻ മൗനമായിടും, ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ എങ്ങനെ ഞാൻ മൗനമായിടും, സ്തോത്രം സ്തുതി ആരാധന അർപ്പിക്കുന്നു തൃപ്പാദത്തിൽ ഞാൻ, പാടിയിടാമോദത്താൽ ആർത്തിയിടാമാനന്ദത്താൽ, പാടിയിടാമോദത്താൽ ആർത്തിയിടാമാനന്ദത്താൽ. അതിന് ഇനി 3 സ്റ്റാൻസ ഉണ്ട്, ഹിന്ദിയും ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അത് താല്പര്യമുള്ളവർക്ക് അത് കണ്ടെത്തി പാടാവുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം പരിമിതമായതുകൊണ്ട്, എന്നാൽ ആവശ്യത്തിന് സമയമുണ്ടെങ്കിലും നമുക്ക് പാട്ടുപാടി സമയം കളയാനില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. എന്റെ സാക്ഷ്യത്തിലേക്ക് വരട്ടെ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ചെറുപ്പത്തിൽ കർത്താവിന്റെ അകത്ത് തന്ന സുവിശേഷീകരണം എന്നുള്ളതും സുവിശേഷ വേല എന്നുള്ളതുമായ ആ ഒരു അഗ്നി കർത്താവ് കത്തിക്കുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ജ്യേഷ്ഠനോടുകൂടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതായ ബിസിനസ് പറഞ്ഞിട്ട് മണക്കാലയിൽ 4 വർഷം ദൈവവചനം പഠിച്ചതിന് ശേഷം 25 വയസ്സുള്ളപ്പോൾ ഒരു ബാച്ചിലറായിട്ട് നാഗപ്പൂരിലേക്ക് വരുവാൻ ഇടയായി. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മനോജ് തോമസ് സാറിന്റെ വൈഫ് നാഗ്പൂരിൽ നിന്നുള്ളതായ ഒരു മകളാണ്. അദ്ദേഹം തന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ എന്റെ ബാച്ചിലർ ലൈഫിൽ അവിടെ ആയിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ എന്നെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 3 വർഷത്തിന് ശേഷമാണ് ഞാൻ വിവാഹിതനാകുന്നത്. ഫാസ്റ്റർ പി ഡി ജോൺസന്റെ സഹോദരൻ പി ഡി ഡാനിയലിന്റെ വളർത്തു മകളാണ്. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് നോർത്ത് ഇന്ത്യയിൽ അതേ സുവിശേഷ വേലയ്ക്ക് വരുവാനായിട്ട് ദൈവം സാഹചര്യം തന്നു. ധാരാളം അനുഭവങ്ങൾ അതിനുള്ള ബന്ധത്തിലൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ വേദനയുടെ അനുഭവങ്ങളൊക്കെ ഹല്ലേലൂയ അറിഞ്ഞ് കർത്താവ് പിന്നത്തേതിൽ അതൊക്കെ ഞങ്ങൾക്ക് നീതിയായി കണക്കിട്ടു എന്നുള്ളത് സന്തോഷത്തോടെ ഓർപ്പിക്കുന്നു. മക്കൾ ജനിക്കുന്നതിന് മുൻപ് ഞങ്ങൾ തീരുമാനമെടുത്തതാണ്, എത്ര മക്കളെ ദൈവം തന്നാലും അവരെല്ലാം സുവിശേഷ വേല ചെയ്യണമെന്നുള്ളത്. അതെ, 2 മക്കൾ പൂർണ്ണ സുവിശേഷം സമയം സുവിശേഷ വേല ചെയ്യുന്നു. ഒരു മകൻ ജോലിയുള്ള ബന്ധത്തിൽ പല നിലയിൽ കർത്തൃവേലയിലായിരിക്കുന്നു. 4ാമത് ഒരു മകനും കൂടെ സമർപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നാഗപ്പൂരിലുള്ളതായ എന്റെ ജീവിതത്തില്
എനിക്ക് ഹിന്ദി ഒരു വാക്കുപോലും പറയാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ സുവിശേഷം അറിയിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ഹിന്ദിയെ അറിയാതിരിക്കുമ്പോൾ ഒരു ബാലകൻ മാത്രമേ എന്നെ കൂടെ വരാനുണ്ടായിരുന്നുള്ളൂ. 14 വയസ്സുള്ള ആ മകനെയും കൊണ്ട് ഞാൻ ഓരോ വീടുകളും കയറി ഇറങ്ങി ട്രാക്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അവർ ചോദിക്കുന്നതിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് എന്റെ മനസ്സിൽ വലിയ താല്പര്യമുണ്ടായി ഹിന്ദി തീർച്ചയായിട്ടും പഠിക്കണമെന്ന്. പിന്നെ ഞാൻ ഗ്രാമത്തിലേക്ക് ട്രാക്റ്റുമായി ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. അവിടെ ചുറ്റും കൂടി വരുന്ന കുഞ്ഞുങ്ങളെ അത് ചിരിച്ചുകൊണ്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രാക്ട് കൊടുത്തിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അത്ഭുതം ദൈവം ചെയ്തു. അത് കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഭൂതം ബാധിച്ചതായ ഒരു സഹോദരി തന്റെ കുടുംബം അത് ഗ്രാമത്തിലെ വീടും സ്ഥലവും വിറ്റിട്ട് ചികിത്സയ്ക്ക് വേണ്ടി നാഗപ്പൂരില് മെന്റൽ ഹോസ്പിറ്റൽ ഷോക്ക് അടുപ്പിച്ച് ഇങ്ങനെ പുറമ്പോക്ക് സ്ഥലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു അവസരം തന്നു. പ്രാർത്ഥിച്ചു. ആ സഹോദരിയെ ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു. ആ സഹോദരന് ഭയങ്കര സന്തോഷമായി. തനിക്ക് 3 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, മാതാവും പിതാവും ഉണ്ട്, 7 പേരാണ്. ആ സഹോദരൻ ഒരു ചെറിയ ജോലി MIDCയിൽ ചെയ്തുകൊണ്ടിരുന്നു. എന്നോട് പറഞ്ഞു ഞാനും സുവിശേഷ വേലയ്ക്ക് വരികയാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടും, അതിന്റെ പകുതി മെസ്സിൽ കൊടുക്കണം, ഞാൻ അവിവാഹിതനാണ്, ബാക്കിയുള്ളത് തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഗ്രാമങ്ങൾ 5, 10, 15, 20 ഗ്രാമങ്ങൾ ഒരു പഴയ സൈക്കിൾ കിട്ടി അതിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 6 വർഷം അവിടെ അത് ദൈവവേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ട്രാൻസ്ഫറായി ഫരീദാബാദിലേക്ക് പോരുവാൻ ഇടയായി. അതിനുശേഷം ദൈവം മിഷൻ ഇന്ത്യ അവിടേക്ക് അയച്ചു. ഞങ്ങൾ വിതച്ചത് അവരിന്ന് കൊയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോയ ഗ്രാമങ്ങളിലൊക്കെ ഇന്ന് സഭകൾ ദൈവം ആരംഭിക്കുവാൻ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ആ സഹോദരന് ഒന്നിലധികം സഭകളുണ്ട്. തന്റെ 3 ആൺമക്കളും കർത്തൃവേലയിലാണ്. ഒരാൾ അബാന ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ 3 സ്റ്റേറ്റിന്റെ ചുമതല വഹിക്കുന്നു. മറ്റൊരാള് ഈ മിഷൻ ഇന്ത്യയുടെ ചാപ്ലൈനായിട്ടും മറ്റു ഉത്തരവാദിത്തങ്ങൾ കർത്തൃവേല ചെയ്യുന്നു. 3ാമത്തെ മകൻ ട്രാൻസ്വേൾഡ് റേഡിയോയില് ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരംഭിച്ച സുവിശേഷ വേലയില് ആ ദേശത്തെ ധാരാളം ദൈവദാസന്മാരെ ദൈവമക്കളെ കാണുവാൻ ഇന്ന് കഴിയുന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയാണ്. ഫരീദാബാദിലേക്ക് വന്നപ്പോഴും അവിടെയും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവദാസനുള്ളതായ ഭാരം പോലെ ദൈവം തന്ന ഭാരം അനുസരിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. നോയിഡ എന്ന് പറയുന്ന സ്ഥലത്തും കൽക്കാരി എന്ന് പറയുന്ന സ്ഥലത്തും ഫരീദാബാദിൽ നിന്ന് പോയി പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 2 സ്ഥലത്തും നല്ല 2 സഭകളും സ്വന്തം ബിൽഡിങ്ങുകളും ആരാധനകളും എല്ലാം ദൈവം തരുവാൻ ഇടയായി തീർന്നു. അതിന്റെ ആരംഭം കുറിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. എല്ലാറ്റിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 30 വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. ആ സമയത്ത് അഹമ്മദാബാദിലാണ് വന്നത്. അവിടെ സബർമതി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ദൈവസഭയോട് ചേർന്ന് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഇവിടെ 7 സഭകളാണ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് ഉണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുൻപ് 20-21 ദേവദാസന്മാരും സഭകളും വിവിധ പട്ടണങ്ങളിലായിട്ട് ദൈവം തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എപ്പോഴെവിടെ അവസരം കിട്ടിയാലും കർത്താവിന്റെ വചനം പറയണമെന്നുള്ളത് ബസ്സിലാണെങ്കിൽ ട്രാക്ട് കൊടുക്കും, ട്രെയിനിലാണെങ്കിൽ ട്രാക്ട് കൊടുക്കും, സഞ്ചി തൂക്കിയിട്ട് പോകാൻ ദൈവം ഭാഗ്യം തന്നു. എന്നാല് നിയമം കൊണ്ട് സുവിശേഷത്തെ വിലക്കിയതിന് ശേഷമാണ് ആ ശുശ്രൂഷ അങ്ങനെ അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്നും ഹല്ലേലൂയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പബ്ലിക്കില് കർത്താവിനെ ഉയർത്തുവാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകുന്നു. അങ്ങനെ ഒരു പ്രത്യേക അവസരത്തില് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതായ ഒരു പാവപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു സഹോദരി നമ്മുടെ ബറോഡ സഭയിൽ വരുവാനിടയായി. അവരുടെ ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ ഒരു സഹോദരനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ആ ഗ്രാമത്തിൽ പോയി അങ്ങനെ ഗ്രാമപ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ചെറിയൊരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം വളർത്തി. 1, 2, 5, 10, 20 കൂട്ടുപ്രവർത്തകരും ഗ്രാമപ്രവർത്തനങ്ങളും തന്നിന്ന് ഏകദേശം 111-ലധികം ദേവദാസന്മാര് വിവിധ ഗ്രാമങ്ങളിലായിട്ട് കർത്തൃവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 2020-ലേക്ക് 250 ദേവദാസന്മാരെന്നുള്ള ആഗ്രഹമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ പിശാച് കൊണ്ടുവന്നത് കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ദേവദാസന്മാരും വേറെ അങ്ങനെ വേറെ കൂടി പ്രവർത്തിച്ചു പോയിരുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല. അവരും ദൈവവേലയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വരാൻ താമസിച്ചാൽ അങ്ങനെ പിന്നെയും ദൈവദാസന്മാരെ ദൈവം നൽകുമെന്നും അങ്ങനെ കർത്താവിന്റെ വേല ശക്തിയോട് ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കുന്നു. ഞാൻ സ്നാനപ്പെടുന്നതിന് മുൻപ് എൻ്റെ ഒരു കസിനെ സ്നാനത്തിലേക്ക് നയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് സ്നാനമെന്ന് കേൾക്കുന്നതും സ്നാനപ്പെടുത്തുന്നതും. ഇന്നും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തും. ഞങ്ങൾ ലാസ്റ്റിൽ ചെയ്തത് ഹല്ലേലൂയ ഈ മാർച്ച് മാസം 11
10, 11, 16 ഈ 3 ദിവസങ്ങളായിട്ട് 81 പേര് ഗ്രാമങ്ങളിൽ സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്ത് ഈ വർഷം ഒരു 200-250 പേര് ഈ വർഷം സ്നാനപ്പെടേണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടൊന്നും നടക്കുന്നില്ല. എല്ലാ വർഷവും ദൈവത്തിന്റെ കൃപയാൽ 100, 150, 200 ഇങ്ങനെ അതേ ജീവിതങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് വിശ്വസിച്ച് സ്നാനപ്പെടുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായ ദൈവവേല ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. അതിനുവേണ്ടി എന്ത് ചെലവ് ചെയ്യേണ്ടി വന്നാലും അതൊരു നഷ്ടമായിട്ട് കരുതുന്നില്ല, ലാഭമായിട്ട് തന്നെ കരുതുന്നു. അതിനുവേണ്ടി എത്ര യാത്ര ചെയ്യേണ്ടി വന്നാലും ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. 200, 250, 300 കിലോമീറ്ററുകൾ ദൂരെ യാത്ര ചെയ്തിട്ട് ദൈവം തന്ന നന്മ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് മടങ്ങി വരുമ്പോൾ മറ്റ് യാതൊരു ഭൗതികമായ ചിന്തയുമില്ല, നേട്ടങ്ങളുടെ നോട്ടമില്ല, മറിച്ച് ഒറ്റ സന്തോഷം. ഒരാത്മാവ് രക്ഷ പ്രാപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടെ തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ ഇന്നും അത് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ പാവപ്പെട്ട ദൈവദാസന്മാർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ കർത്തൃവേലയ്ക്കായിട്ട് പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം തരുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് വളരെ നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ കർത്തൃവേലയിൽ ചെറിയ രീതിയിൽ പങ്കാളിത്തം വഹിച്ച് കർത്തൃവേലയിൽ മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം ദൈവം തന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അത് എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ മറ്റാരെ കൊണ്ടേലും കർത്താവ് ഈ വേല ചെയ്യിക്കുമായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവനായ ദൈവത്തെ സ്തുതിക്കുന്നത് ഹല്ലേലൂയ, എന്നെ ദൈവം അതിനായി കണ്ടല്ലോ, എന്റെ അമ്മച്ചിയെ കണ്ടല്ലോ, അതുകൊണ്ട് ഹല്ലേലൂയ എനിക്കും ഈ ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇന്ന് ആ സന്തോഷം ഓർത്ത് ഞാൻ വളരെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് ഇതിന്റെ ഇടയ്ക്ക് 2 വർഷം ഞങ്ങൾ ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലിയിലേക്ക് ദൈവം ഞങ്ങളെ അയച്ചു. അതുകൊണ്ട് ഞങ്ങൾ പോകുവാനിടയായി. അവിടെ കർത്താവ് പല കാര്യങ്ങൾ ചെയ്യിക്കുവാനിടയായി തീർന്നത് വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർക്കുകയാണ്. അത് പിന്നത്തേതിൽ സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും കാരണമായി തീർന്നു എന്നുള്ളത് ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കയറ്റുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ നിങ്ങൾക്ക് ഈ സഭയ്ക്ക് ദൈവം നൽകിയത് കൊണ്ട് സന്തോഷത്തോടെ നിങ്ങളോട് ചേർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ കരിസ്മ, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മണക്കാല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം വളരെ ഒരു ഡൈനാമിക് ഹല്ലേലൂയ സ്പിരിറ്റും പവറുമുള്ള ദൈവവൃത്തനാണ്. കാരണം എന്താണ്? ആ സഭയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനും ചെയ്യിക്കുവാനും കഴിയുന്ന ഒരു ദൈവമാണ് തന്റെ ദൈവം. കാരണം തന്നിൽ ഒത്തിരി ദൈവികമായ ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട്. അത് അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാനുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ ചിന്തിച്ചത്. ദൈവം തന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് മസ്കറ്റിൽ വെച്ച് ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു കുടുംബം അവിടെയുണ്ട്, കാനഡയിലുണ്ട്. ഹല്ലേലൂയ, അത് റിതേഷ് എന്നും ജയറാണി എന്നുമാണ് പേര്. ജയറാണി ഒരു ജമീന്ദാർ ഭവനത്തിൽ ജനിച്ചു വളർന്നതായ, സ്വന്തം അമ്പലം വീട്ടിനകത്തുള്ളതായ, പൂജാരിയെ വെച്ച് നടത്തുന്നതായ ആ ഒരു കുടുംബത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന്റെ രീതികൾ പറഞ്ഞാൽ 2-3 മണിക്കൂർ പറഞ്ഞെങ്കിലേ തീരുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ആ റിതേഷ് ആദ്യം എതിരായിരുന്നെങ്കിലും ഇപ്പോൾ വിശ്വസിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താൻ സമർപ്പിച്ച് ഇന്ത്യയിലേക്ക് വരാനിരിക്കുമ്പോൾ ജോലി വിട്ടിട്ട് തനിക്കൊരു പ്രയാസം ഉണ്ടായി, ബ്രെയിൻ ട്യൂമർ ഉണ്ടായി. താനിപ്പോഴ് കീമോയ്ക്ക് വേണ്ടി അത് ആയിരിക്കുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. എങ്ങനെയെങ്കിലും നമ്മുടെ കൂട്ടായ്മയായിട്ട് കണക്ട് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. എന്നാൽ ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ സഹോദരി ഇപ്പോഴ് തന്റെ ഓൺലൈൻ ഗ്രൂപ്പിൽ 14 ഹിന്ദുക്കൾ, സിഖുകാരും മറ്റുള്ളവരുമായിട്ടുണ്ട്. ഇവിടെ യുപിയിൽ വാരണാസിയിൽ ഒരു കുടുംബമുണ്ട്, ആന്ധ്രയിൽ ഒരു കുടുംബമുണ്ട്. എല്ലാം ഹിന്ദുക്കളാണ്. ആ സഹോദരി സുവിശേഷം പറഞ്ഞ് ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നവരാണ്. അങ്ങനെ ദൈവം തന്നെ ആത്മഭാരത്താൽ നിറച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ, സാക്ഷ്യം ധാരാളമായിട്ട് പറയുവാനുണ്ടെങ്കിലും ഈ വിധത്തില് ആത്മാക്കളെ കുറിച്ചുള്ളതായ ആഗ്രഹം തന്ന ദൈവം ഇപ്പോഴും ആ പ്രവൃത്തി ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ രാവിലെന്നോ പകലെന്നുള്ള വ്യത്യാസമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്റെ ഹൃദയത്തിൽ ദൈവം എനിക്കൊരു താല്പര്യം തന്നത് ഇന്ന് വരെയും പ്രാവർത്തികമാക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. അതിങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും സൗദി അറേബ്യയിൽ ഒരു ചർച്ചില് ദൈവം ഒരു അവസരം തന്നപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ഹൃദയത്തിൽ വന്ന ആഗ്രഹം ഈ ദിവസങ്ങളിൽ പോയി പ്രവർത്തിക്കാനായിട്ട് ഒന്നും കഴിയുന്നില്ല. അതുകൊണ്ട് എത്ര സമയം ഉറങ്ങുന്നു അതിനേക്കാൾ കൂടുതൽ ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുവാനുള്ള ഒരു ആഗ്രഹം ദൈവം തന്നു. ദൈവകൃപയാൽ ഈ ദിവസം വരെയും അത് തുടരുവാൻ ഇടയാക്കുന്നു. അതിങ്ങനെയാണ്. രാവിലെ 4 മണി തൊട്ട് 8 മണി വരെ ദൈവത്തിന്റെ ആരാധനയും, ആത്മാവിലുള്ള ആരാധനയും, ബുദ്ധി കൊണ്ടുള്ള ആരാധനയും പ്രാർത്ഥനയുമായിട്ട് സമയം ചിലവഴിക്കുന്നു. അതിനുശേഷം പകൽ 11 മണി കഴിഞ്ഞിട്ട് അത് 1 മണി വരെ ഞങ്ങളോട് കൂടി ചിലർ കൂടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. വൈകിട്ട് 7:30 മുതൽ 9-9:15 വരെ, 7:30 ശേഷമാണ് ചിലപ്പോൾ തുടങ്ങുന്നത്. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു. അതിന് ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരു
വീഡിയോ ക്ലിപ്പ് ഹിന്ദിയിൽ ഏകദേശം 1000-ഓളം പേർക്കായിട്ട് അയക്കുവാൻ ഓരോ ദിവസം ദൈവം കൃപ ചെയ്യുന്നു. മലയാളത്തിൽ അയക്കാൻ ശ്രമിക്കാറില്ല, വല്ലപ്പോഴും ഒരു ക്ലിപ്പ് അയക്കുന്നേ ഉള്ളൂ. കാരണം മലയാളത്തിൽ ധാരാളം കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ പാവപ്പെട്ട ദൈവമക്കൾ ഹിന്ദിക്കാരെ അത് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് അവരുടെ ലീഡർഷിപ്പും അവരുടെ ആത്മീയ നിലവാരവും വളർത്തിയെടുക്കുവാനുള്ള അവസരം ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതെല്ലാം ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മറ്റനേക ദൈവദാസന്മാരെയും ദൈവം ശക്തിയോട് ഉപയോഗിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും ഇങ്ങനെ അവസരം ദൈവം ചെറിയ രീതിയിൽ കർത്താവിനെ സേവിക്കാൻ തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കയറ്റുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ വരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് കൊടുക്കാനും മറ്റൊന്ന് വാങ്ങുവാനും. ഒന്ന് ദൈവത്തിന് കൊടുക്കുവാൻ, മറ്റൊന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ. ഇത് രണ്ടും ഒരുപോലെ നടക്കേണ്ടത് ആവശ്യമാണ്. എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും, ചെറിയ മീറ്റിംഗ് ആണെങ്കിലും, ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിക്കുന്നതിന് മുൻപ് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് മണിക്കൂറുകൾ ദൈവത്തെ സ്തുതിക്കുവാൻ തരുന്ന സന്തോഷം, ഭാഗ്യമോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കയറ്റുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ഓരോ ദിവസവും നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ദൈവസ്ഥൽ മുട്ടുമടക്കുമ്പോൾ ആദ്യം ഒന്നുകിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം. അതിനുശേഷം കുറച്ച് സമയം പ്രാർത്ഥിച്ചുള്ളതെങ്കിലും കുഴപ്പമില്ല. ദൈവം നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. ഞാൻ അതിന്റെ സാക്ഷിയാണ്. ഹല്ലേലൂയ. നമ്മൾ നന്നായിട്ട് ആരാധിക്കുന്ന ദൈവദാസന്മാരെ മാതൃകയാക്കുന്ന നല്ലതാണ്. പഴയ നിയമത്തിൽ ദാവീദ് താൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഉത്സുകനായിരുന്നു. ഹല്ലേലൂയ. സകല ഭക്തന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയും, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയും. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ഒരുമിച്ച് വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കാനായി കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, സങ്കീർത്തനക്കാരൻ 50 പറയുമ്പോൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുന്നുള്ള ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് താൻ പറയുവാനിടയായി തീർന്നു. അങ്ങനെ പഴയ നിയമത്തിൽ താൻ അധികം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ താല്പര്യം കണ്ടെത്തിയത് പൗലോസ് ആയിരുന്നു. ഹല്ലേലൂയ. താൻ എപ്പോഴും ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ തന്റെ ഓരോ വാചകങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:15 താൻ ഇങ്ങനെ പറയുന്നുണ്ട്, പറഞ്ഞത് നാം കൃപ പെരുകും തോറും സ്തോത്രത്തിൽ വർദ്ധിക്കുവാനായിട്ടിടയായി തീരണമെന്നാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, വിശ്വാസത്തിൽ ഉറയ്ക്കുകയും സ്തോത്രത്തിൽ കവിയുകയും ചെയ്യണം. 2 കൊരിന്ത്യർ 9 എഴുതിയിരിക്കുന്ന 15-ാമത്തെ വാക്യത്തിൽ, പറഞ്ഞു തീരാത്ത ദൈവത്തിന്റെ ദാന നിമിത്തം ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആ ദൈവഭൃത്തിന് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്രയധികം ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആരും അമാന്തിക്കരുത്, മടി കാണിക്കരുത്. കഴിഞ്ഞ ദിവസത്തെ സൂം മീറ്റിംഗിൽ ഞാൻ ഒരു കാര്യം പറയാൻ ദൈവാത്മാവ് എന്നെ സഹായിച്ചു. എന്താണ് ഈ സൂം മീറ്റിംഗിന് 2 വിശേഷതയുള്ളത്? ഒന്ന്, ഞാൻ നിങ്ങളെ കാണുന്നെങ്കിലും പടമാണ് കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നതും ഫോട്ടോയിലാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണ്? ഹല്ലേലൂയ. അതെ, ദൈവദാസൻ നമ്മളെ എല്ലാവരെയും എന്നെ ഒഴിച്ചിപ്പോൾ മ്യൂട്ട് ചെയ്യുവാൻ ഇടയാകുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും നമ്മുടെ അധരം മ്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദയവേത് ആരും അധരം മ്യൂട്ട് ചെയ്ത് വെക്കരുത്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കിപ്പോൾ 1-2 പേരെ കാണാൻ കഴിയുന്നുള്ളെങ്കിലും കർത്താവിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരുടെ ഒരു പ്രോഗ്രാം അല്ല. കാണാൻ ഒരുവനെ ഇവിടെ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ ആരാധന സ്വീകരിക്കുന്ന നമ്മുടെ ആരാധ്യ പുരുഷനാണ്. അവൻ ഇവിടെ നിങ്ങളുടെ ഭവനത്തിലുണ്ട്, എന്റെ ഭവനത്തിലുണ്ട്, ദൈവദാസന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാകണം. എബ്രായർ 13:15 ഹല്ലേലൂയ. അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്ര യാഗം അർപ്പിക്കണം. ഹല്ലേലൂയ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. 2 യാഗത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്തോത്രയാഗം, മറ്റൊന്ന് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും. അതൊരു യാഗമാണ്. ഹല്ലേലൂയ. ആര് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി ദൈവഭൃത്തനെ പോലെ ദർശനം പ്രാപിച്ച് മറ്റുള്ളവരുടെ വിടുതലിനും നന്മയ്ക്കുമായും സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിക്കായിട്ടും പ്രവർത്തിക്കുന്നു, മറക്കരുത്. ദൈവത്തിന് സൗരഭ്യവാസന ഉളവാക്കുന്ന ഒരു യാഗമാണത്. ഞാൻ പറയാറുണ്ട്, ഒരു പുസ്തകം എഴുതാനുള്ള അനുഭവം ദൈവം തന്നിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് കുറെ അധികം. അല്ലെങ്കിൽ യാഗം എന്ന് പറഞ്ഞാൽ, സ്തോത്രം എന്ന് പറഞ്ഞാൽ 2 അക്ഷരമല്ല, ഒരു വാക്കല്ല, അതൊരു യാഗമാണ്.
എവിടെ യാഗമുണ്ടോ അവിടെ സൗരഭ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്ന് ഒരു സ്തോത്രം പറഞ്ഞാൽ അത് വെറുതെ പോകത്തില്ല, ടെറസെ തട്ടി താഴെ വീഴുകയില്ല. മറിച്ച് അത് യാഗമായി ദൂതന്മാർ പൊൻകലശത്തിൽ സ്വീകരിച്ച് അതിനോടുകൂടെ പ്രാർത്ഥനയും കൂടെ സ്വീകരിച്ച് ആമേൻ. വെളിപ്പാട് 5:8-3 സ്വർഗസിംഹാസനത്തിൽ മുമ്പിലുള്ളതായ യാഗപീഠത്തില് അത് അർപ്പിക്കുമ്പോൾ അത് യാഗമായി ദൈവസന്നിധിയിൽ ഉയർന്ന് സ്വർഗത്തിലെ അപ്പച്ചനെ ആസ്വദിക്കുവാനിടയാകുന്നു. അവൻ യാഗം ആസ്വദിച്ചാൽ മണത്താൽ എവിടെ നിന്ന് അത് വരുന്നുവോ അവിടെ തന്റെ സ്വർഗീയ നന്മയുടെ അനുഗ്രഹത്തിന്റെ മാരി ചൊരിയിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ നമുക്ക് അവിടങ്ങളിലായിരുന്നു കൊണ്ട് അധികം ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് വരുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂത് പറയുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്ന ആരാധനയുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അദ്ദേഹം തന്നെ തെസ്സലോനിക്കയിലെ ദൈവമക്കളെ കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്റെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഞാനിപ്പോൾ ദേവദാസനുമായി കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടതിന് ശേഷം ഈ സഭയെയും ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും സ്നേഹത്തിന്റെ പരിശ്രമവും അധികമായിട്ട് ഞാൻ ഓർക്കുമ്പോഴെല്ലാം നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 2 ദൈവമക്കൾ, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ 2 കാര്യങ്ങൾ താൻ ഓർക്കുകയാണ്. ഒന്ന് അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി, 2 അവരുടെ ദൈവസ്നേഹത്തിന്റെ പരിശ്രമം. ഇത് രണ്ടും, പ്രവൃത്തി 1, പരിശ്രമം 1. പ്രവൃത്തിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി, 6 മണിക്കൂർ ചെയ്താൽ മതി. എന്നാൽ പരിശ്രമം എന്ന് പറയുമ്പോൾ അത് നമ്മൾ രാവും പകലും ദൈവദാസൻ പറഞ്ഞതുപോലെ അതിന് സമയമൊന്നൊരു കണ്ടീഷൻ അല്ല. എപ്പോഴെവിടെ അവസരം കിട്ടിയാലും അവിടെയൊക്കെ ദൈവനാമ മഹത്വത്തിനായി പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, ആരാധനയെങ്കിൽ ആരാധന, കർത്താവിന്റെ വചനം പറയുന്നെങ്കിൽ വചനം, അത് നിരന്തരം പറയുന്നതായ സ്വഭാവം അത് ദൈവസ്നേഹത്തിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. ഇല്ലെങ്കിൽ കണ്ടീഷനിലായിരിക്കും. ഇന്നത് കിട്ടിയത് കൊണ്ട് ഇന്നത് തന്നേക്കാം, ഇന്നത് കിട്ടിയത് കൊണ്ട് എന്നത് ചെയ്തേക്കാം. അതല്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലാകുമ്പോൾ നാം പകലില്ലാതെ നമ്മെ വീണ്ടെടുത്ത് സ്നേഹിച്ച കർത്താവിന്റെ നാമത്തിൽ അവനെ ഉയർത്തുകയും അവന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യാനിടയാകുമ്പോൾ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇതൊന്നും നമ്മുടെ കർത്താവ് മറക്കുന്നവനല്ല. പക്ഷെ നമുക്ക് മറ്റ് യാതൊരു പ്രതീക്ഷകളും അൺകണ്ടീഷണലായിട്ട് ആര് ദൈവത്തിന്റെ സേവ ചെയ്യുമോ അവര് ദൈവം 2 കൈയും തുറന്ന് ആദരിക്കുന്ന ദൈവമാണ്. അവരുടെ ശുശ്രൂഷ ആദരിക്കുന്ന ദൈവമാണ്. അവരുടെ ജീവിതത്തെ ആദരിക്കുന്ന ദൈവമാണ്. അവരുടെ തലമുറയെ ആദരിക്കുന്ന ദൈവമാണ്. അവരുടെ കൂട്ടായ്മ ആദരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആമേൻ ദൈവമഹത്വത്തിനായിട്ടുള്ള വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിനും ഒരു കാര്യം മറന്നു പോകരുത്. സ്തോത്രം നമ്മൾ പറയുമ്പോൾ അത് സുഗന്ധം പരത്തുന്നതാണെന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ മണക്കാനുള്ള കഴിവില്ല. നമുക്കിവിടെ അതേ പെർഫ്യൂം മണക്കാനുള്ള കഴിവേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ദൈവത്തിന് നമ്മുടെ ആരാധനയുടെ സുഗന്ധം മണക്കാനുള്ള നല്ല ഒരു മൂക്കവനുണ്ട്, ഒരു കഴിവവനുണ്ട്. അത് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ സ്തോത്രം കുറയരുത്. ഹല്ലേലൂയ. ലോക്ക്ഡൌൺ ആക്കി നമ്മെ അകത്തിരുത്തുവാൻ ലോകത്തിന് കഴിയും. എന്നാൽ ജയിലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ ആരാധന മുടക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന അധികം ഉത്സുകരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് നൽകുവാനായി വളരെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയതായ ഒരു വേദഭാഗം ഇവിടെ വായിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ആരെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ ഉപകാരം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചോളാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ. മാർക്ക് ചാപ്റ്റർ 8 വേഴ്സ് 22-25. ബത്സേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ തന്റെ അടുക്കൽ കൊണ്ടുചെന്ന് അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, ഈ വിശുദ്ധ വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജനത്തോട് അവിടുത്തെ സ്നേഹത്തിന്റെ വാക്കുകൾ അവിടുന്ന് സംസാരിക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രത്യനെ കുടുംബമായി സഭയായി സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. വളരെ ചെറിയ, നമുക്ക് ഏറ്റവും പരിചയമുള്ളതായ അല്ലെങ്കിൽ നാം പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. ദൈവാത്മാവ് തന്ന ചില ചിന്തകൾ ഓർപ്പിച്ച് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ഒന്നുകൂടെ വിശദമായിട്ട് പറയാം.
യേശു ബത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. അവന്റെ കണ്ണിൽ തൂപ്പി അവന്റെ മേൽ കൈവച്ച് അത് അവനെ സൗഖ്യമാക്കുന്നതായി കാണും. അതിന്റെ ആദ്യത്തെ ഭാഗമാണ്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് യേശു ഈ കുരുടനെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുപോയതെന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. എങ്കിൽ ഒരു ചിന്ത നമ്മൾ ഒരുമിച്ച് അത് നമ്മുടെ ആത്മീക വർധനയ്ക്കായി ചിന്തിക്കുകയാണ്. ഈ സ്ഥലം ബത്സയിദ എന്ന സ്ഥലത്തെ കുറിച്ചുള്ള വിവരണങ്ങളിൽ നമുക്ക് സുവിശേഷം മത്തായിയുടെ സുവിശേഷം 11:22 വാക്യം മുതൽ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ബത്സയിദ, നിനക്കയ്യോ കഷ്ടം. കോരേശ്, നിനക്കയ്യോ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ എന്നേ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഹല്ലേലൂയ മാനസാന്തരപ്പെടുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ പല അവസരങ്ങൾ ബത്സയിലെ ദൈവമക്കൾക്ക് ലഭിച്ചതാണ്. പക്ഷേ അവർ ആ അവസരങ്ങളൊക്കെ നഷ്ടമാക്കിയത് കൊണ്ട് ആയിരിക്കാൻ കർത്താവ് വിചാരിച്ചു, ഇനിയിപ്പോൾ ഈ ബത്സയിദയ്ക്കകത്തൊന്നും ചെയ്യുന്നില്ല, ഈ കുരുടനെ വിടുവിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അവനെ കൈക്ക് പിടിച്ച് കർത്താവ് തന്നെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഊരിന് പുറത്ത്, അല്ലെങ്കിൽ അതേ ആ ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് ആ കുരുടനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു സന്ദേശം ദൈവജനത്തെ ഓർപ്പിക്കട്ടെ. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നഷ്ടമാക്കിയാൽ അത് പിന്നത്തേതിൽ നമുക്കൊരു വലിയ നഷ്ടവും ദുഃഖവുമായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴെവിടെ ഒരു അവസരം കർത്താവ് തന്നാലും, ചെറിയ ഒരു പ്രാർത്ഥനയ്ക്കാണെങ്കിലും, ഒരു വ്യക്തിയോട് സുവിശേഷം പറയാനാണെങ്കിലും, ആരെങ്കിലും ഒന്ന് അനുഗ്രഹിക്കുവാനാണെങ്കിലും, ഒരവസരം കിട്ടുമ്പോൾ നാം ഇന്ന് അത് ഉപയോഗിച്ചാൽ പിന്നത്തേതിൽ നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ നഷ്ടമാക്കാതിരിക്കുവാനുള്ള ഒരു ദൈവികമായ സന്ദേശം ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് കൈമാറുകയാണ്. അതെ, ഒരിക്കൽ ഗിഡെയൻസിന്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ മുൻപിലൂടെ കടന്നു വരുന്നതായ ഓരോ പാപികളും ഗോഡ് ഗിവൺ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സുവിശേഷം പറയുവാനും ആ വ്യക്തിയെ കർത്താവിങ്കലേക്ക് നയിക്കുവാനുമായിട്ട് ദൈവം നമുക്ക് തരുന്ന ഒരവസരമാണ്. ഒരു പാപിയെ ഓഫീസിൽ വെച്ചോ, ഹോസ്പിറ്റലിൽ വെച്ചോ, ഹല്ലേലൂയ മാർക്കറ്റിൽ വെച്ചോ നാം കാണുമ്പോൾ അവരോട് സുവിശേഷം പറയുവാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ ആ വ്യക്തി എന്നേക്കുമായി ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം. അതിന് ഞാനും നമ്മൾ ഉത്തരവാദികളായി തീർന്നെന്ന് വരാം. അതുകൊണ്ട് ഏതൊരു ചെറിയ ആത്മീക കാര്യങ്ങൾ, സഭയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നത് തൊട്ട്, പോയി ഒരു വ്യക്തിക്ക് ഒരു ട്രാക്ട് കൊടുക്കുന്നത് തൊട്ട്, ഒരാളിനോട് സുവിശേഷം പറയുന്നത് തൊട്ട്, ഏതൊരു ചെറുതും വലുതുമായ കർത്താവ് നൽകുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകേണ്ടതിനായി ഞാനും ആഗ്രഹിച്ച് ദൈവസ്ഥലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ഇവിടെ അത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന കുരുടനെ കുറിച്ച് കൊണ്ടുവന്നവർ പറയുന്നത് അപേക്ഷിക്കുകയാണ് ഇവനെ തൊടണമെന്ന്. അത് നാം പിന്നെ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, കർത്താവ് അവനെ തൊട്ടതായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ ദിവസമാണ് അപേക്ഷിച്ച വിഷയം. അത് നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മളോട് ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം യേശു പല കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അന്ന് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് ഹല്ലേലൂയ അവന് തുപ്പി ചേറുണ്ടാക്കി കുരുടന്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു ശീലോഹാൻ കുളത്തിൽ പോയി കഴുകാനായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ഭക്തിമായിയെ തൊട്ടതുമില്ല, ചേറും ഉണ്ടാക്കിയില്ല. അതെ, അവനോട് പറഞ്ഞു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, അവൻ സൗഖ്യമായി. അപ്പോൾ കർത്താവിന് വിവിധ നിലയിൽ ഇടപെടുവാൻ കഴിയും. അവൻ എല്ലാവരോടും ഒരേ നിലയിലല്ല ഇടപെടുന്നത്, പലരോടും പല നിലയിലായിരിക്കും ഇടപെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിച്ച് ഭാരപ്പെടേണ്ട, ആ വ്യക്തിയോട് ഇടപെട്ടതുപോലെ അല്ലല്ലോ എന്നോട് ഇടപെടുന്നത് എന്ന്. നമ്മുടെ കർത്താവിന് വിവിധ നിലകളിൽ നമ്മോട് ഇടപെടുവാൻ കഴിയുമെന്ന് ഓർക്കുമ്പോൾ ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു നിലയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ഇടപെടലായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഇടപെടലിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഇടയാകുന്നെങ്കിൽ അതൊരു ഭാഗ്യമായി കരുതുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഇവിടെ കർത്താവ് ഈ കുരുടനെ അത് കൊണ്ടുപോയി തൊടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് മുമ്പ് കർത്താവ് അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ തൊട്ടു എന്നാണ്. എന്തുകൊണ്ടാണ് തുപ്പി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങളൊന്നും ആരും തന്നെ അധികമായി പറയുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെക്കാട്ടിൽ അറിയാമെങ്കിൽ അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നാല് ഒരു കാര്യം, അവൻ സൃഷ്ടിതാവാണെന്ന് കൂടെ വ്യക്തമാക്കുവാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ അധികാരമുണ്ട് എന്നുമാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, കർത്താവ് നമ്മെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മെ തൊടുന്ന ദൈവമാണ് എന്നുള്ള കാര്യം അത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അത് അവൻ നമ്മെ ഇപ്രകാരം നമ്മെ 3 നിലയിൽ നമുക്ക് കർത്താവിന് നമ്മെ തൊടാനായി കഴിയും. 1, നമ്മുടെ ശരീരത്തെ അവന് തൊടാനായി കഴിയും. 2, നമ്മുടെ മനസ്സിനെ അവന് തൊടാനായി കഴിയും. 3, നമ്മുടെ ആത്മാവിനെ അവന് തൊടാനായി കഴിയും. ഹല്ലേലൂയ. യേശു ഈ കുരുടനെ തൊട്ടു, അവൻ കാഴ്ച പ്രാപിച്ചു. എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള കാഴ്ച പ്രാപിച്ചില്ല എന്നുള്ളത് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, ഇവിടെ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ദൈവനെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. കർത്താവ് പലരെയും തൊട്ട് രൂപാന്തരപ്പെടുത്തിയവനാണ്. അവൻ തൊട്ടാൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാനായിട്ടിടയായിത്തീരും. ചിലർ ആഗ്രഹിക്കുന്നത് ഇന്ന് പകലിലും കർത്താവെ ബലഹീനമായിരിക്കുന്ന എന്റെ ശരീരത്തെ ഒന്ന് തൊടണമേ എന്നാണ്. അതെ, നമ്മുടെ കർത്താവ് തൊടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഇടിഞ്ഞിരിക്കുന്ന മനസ്സിനെ ഒന്ന് തൊടണമെന്ന് ആരെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്നവനായ ദൈവമാണ്. നാം ആത്മാവിൽ ക്ഷീണിതരായിട്ടാണ് വന്നതെങ്കിൽ, അതെ, അപേക്ഷയോടാണ് വന്നതെങ്കിൽ, കർത്താവേ ഇന്ന് എനിക്കൊരു ആത്മ ചൈതന്യം ആവശ്യമാണ്, നീ എന്നെ ഒന്ന് തൊടണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, എന്റെ കർത്താവ് അവൻ നമ്മെ തൊടുന്നവനായ കർത്താവാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളെ ഇപ്പോൾ തൊടാൻ കഴിയത്തില്ല. നമുക്ക് ആർക്കും തന്നെ ഈ ഒരു കൈയുടെ അകലത്തിലുള്ളവരെ അല്ലാതെ തൊടാനുള്ള കഴിവില്ല. എന്നാൽ എന്റെ കർത്താവ് തൊടുന്നത് എന്റെയും നിങ്ങളുടെയും അധരങ്ങളിലൂടെ, അതെ, ഉരുവാകുന്നതായ ആത്മാവിന്റെ വചനങ്ങളിലൂടെ അവൻ നമ്മെ തൊടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ നമ്മുടെ ഈ ശബ്ദത്തിലൂടെ തൊടുവാൻ യേശുവിന് അധികാരമുണ്ട്. അവന്റെ വചനമാണ് അവൻ സകലത്തെ ഉളവാക്കുവാൻ ഉപയോഗിച്ച ശബ്ദത്തിന്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. അതുകൊണ്ട് ആരപേക്ഷിക്കുമോ, കർത്താവ് എന്റെ ശരീരത്തെ ഒന്ന് തൊടണമേ, എന്റെ ആത്മീക ജീവിതത്തെ ഒന്ന് തൊടണമേ, എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് തൊടണമേ എന്ന് ആരാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് വന്നിട്ടുണ്ടോ, എന്റെ കർത്താവ് തൊട്ടാൽ വലിയ വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ അവൻ തൊട്ടാൽ നമ്മൾ പ്രാർത്ഥനാ വീരന്മാരായി മാറും. നമ്മുടെ മനസ്സിനെ അവൻ തൊട്ടാൽ എൻ മനമേ ഹല്ലേലൂയ, അത് അവന് പാടുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ശക്തിപ്പെടുവാനിടയാകും. നമ്മുടെ ആത്മാവിനെ തൊട്ടാൽ നമ്മൾ ആത്മാവിൽ ശക്തരായി തീരുവാനായിട്ട് ഇടയാകും. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് നമ്മൾ എന്താണോ അപേക്ഷിക്കുന്നത്, എന്നെ വളരെ ആ വാക്ക് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ ഈ കോണ്ടസ്റ്റിൽ എന്നെ അത് ശ്രദ്ധിച്ചു. നമ്മൾ എന്ത് അപേക്ഷയുമായിട്ട് ദൈവസ്ഥൽ വരുന്നുവോ അതിനനുസരിച്ച് നമ്മളോട് ഇടപെടുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് ഷാലോം ഹല്ലേലൂയ ചർച്ച് ടൊറന്റോയിൽ വന്നിട്ടുള്ളത് കൊണ്ട് എന്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവനാണ് നമ്മെ തൊടുന്നത്. അവൻ തന്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ തൊടുവാനിടയാകും. വചനത്തിലൂടെ, ആത്മാവിലൂടെ, ആമേൻ, ദൈവ ശബ്ദത്തിലൂടെ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിലൂടെ നമ്മെ തൊടുന്ന കർത്താവ് ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവജനത്തിന്റെ അടുക്കലുണ്ട്. അവന്റെ ആമേൻ കരം നമ്മെ തൊടുമ്പോൾ അത് നമുക്ക് വലിയ രൂപാന്തരം വരുത്തുവാനിടയാകും. ഒരു പാപിയെ തൊട്ടാൽ അവൻ ടോട്ടലി മാറുവാനിടയാകും. അമ്മ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് യേശു തൊട്ട ശൗല് പിന്നത്തേത് പൗലോസായി മാറുവാനിടയായി. അതുപോലെ നാം പറയുന്ന ഒരു വാക്കിന്റെ മുമ്പിൽ അതേ സ്പർശിക്കപ്പെടുന്നവരുടെ ജീവിതത്തെ ആകമാനമായി കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നു. ഗ്രാമങ്ങളിലേക്ക് ചെന്നാല് അമ്പും വില്ലും കൊണ്ട് അനേകരെ കൊന്നൊടുക്കിയവര് ഇന്ന് സുവിശേഷവുമായി അനേകരെ ജീവിപ്പിക്കുവാൻ പോകുന്നത് കാണാൻ കഴിയുന്നു. പകൽ 12 മണിക്ക് ഭയത്തോടുകൂടെ മാത്രം പോയിക്കൊണ്ടിരുന്ന റോഡിൽ ഇന്ന് രാത്രി 12 മണിക്ക് പോയാലും കുഴപ്പമില്ലാത്ത നിലയിൽ ഗ്രാമങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തുമ്പോൾ ഇത് അവിടെയുള്ള വിദ്യാഭ്യാസമില്ലാത്ത പാസ്റ്റർമാരുടെ കഴിവിന്റെ കൂടുതലല്ല, മറിച്ച് അവർ പറയുന്ന ചെറിയ ചെറിയ യേശുവിന്റെ വാക്കുകളുടെ ശക്തിയുടെ വ്യാപാരം ജീവിതങ്ങളുടെ മനസ്സിനെ തൊട്ടപ്പോൾ പാപത്തെ വിട്ട്, മദ്യപാനം വിട്ട്, ലോകത്തിന്റെ അവസ്ഥ വിട്ട് യേശുവിന്റെ അടുക്കൽ സിംഹത്തെ പോലെ ആയിരുന്നു
പറയുന്നവർ കുഞ്ഞാടിനെ പോലെ കടന്നു വന്ന് യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന 100 ജീവിതങ്ങളെ കാണുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം എത്ര വലുതെന്നോർത്ത് ഇന്ന് നിങ്ങളോട് ചേർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കർത്താവ് ശരീരത്തെ തൊടുന്നു, അവൻ പാപികളെ തൊടുന്നു. ശരീരത്തെ തൊടുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു, പാപികളെ തൊടുമ്പോൾ അവർക്ക് രൂപാന്തരം ലഭിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ മനസ്സിനെ തൊടുമ്പോൾ മനസ്സിന്റെ ഭാരം മാറുന്നു. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ഭാരത്തോടാണ് വന്നിട്ടുള്ളെങ്കിൽ ഈ വചനം ഒന്ന് ഹല്ലേലൂയ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയ അത് നമുക്ക് വലിയ ആശ്വാസം കർത്താവ് തരുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവാൻ അപ്പോസ്തല പ്രവൃത്തി 3:19 പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, എന്നാൽ അവന്റെ സന്മുഖത്ത് നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ ലഭിക്കുവാനിടയാകും. മാനസാന്തരം എന്നുള്ളത് ഒരു പഴഞ്ചൻ ശബ്ദമല്ല. ഇന്ന് പകലിലും ആര് തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിച്ച് മാനസാന്തരപ്പെടുവാൻ ഏൽപ്പിക്കുമോ അവർക്ക് വേണ്ടി തന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ കർത്താവ് ഒന്ന് സ്പർശിച്ചാൽ നമ്മൾ ആത്മാവിൽ ശക്തന്മാരായി തീരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. സമയം അതിക്രമിച്ചു പോകുന്നത് കൊണ്ട് ദൈവാത്മാവ് തന്ന ദൂതിലേക്ക് വരുവാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. ഉപയോഗമില്ലാത്തവർ വളരെ ഉപയോഗമുള്ളവരായി മാറുവാൻ ഇടയാകും. ഒനോസിമോസിനെ കുറിച്ച് പൗലോസ് ഫിലോമോൻ എഴുതുമ്പോൾ പറയുന്നത്, അവൻ മുമ്പേ നിനക്ക് ഉപയോഗമില്ലാത്തവനായിരുന്നു, എന്നാൽ ജയിലിൽ ഞാൻ ആയിരുന്നപ്പോൾ ഒരുപക്ഷെ അവനും കുറച്ച് തെറ്റ് ചെയ്തു അറിയായ്മയുടെ കാലത്തെങ്കിലും എന്റെ കർത്താവ് അവനെ തൊടുവാനിടയായി. അതുകൊണ്ട് ഞാനിപ്പോ അവനെ നിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ അവൻ നിനക്ക് മാത്രമല്ല എനിക്കും പ്രയോജനമുള്ളവനായി തീരുവാനിടയായി. എന്റെ കർത്താവ് ആരെ തൊട്ടാലും അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നു എന്നുള്ളത് അവന്റെ വചനത്തിന്റെ സത്യമാകിയാൽ ഒനേസിമോസിനെ പോലെ പ്രയോജനമില്ലാത്തവരെ ഈ ശബ്ദത്തിന്റെ മുമ്പിൽ കർത്താവ് പ്രയോജനമുള്ളവരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അത് ഇന്ത്യയിലെ ഒരു പരിസ്ഥിതി നമുക്കറിയാം. അത് ഞാൻ ഇനി അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ്, ഒരു പ്രാവശ്യം തൊട്ടപ്പോൾ അവൻ ശരിയായിട്ട് കാഴ്ച പ്രാപിച്ചില്ല, പിന്നെ ഒന്നുകൂടെ തൊട്ടു. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഏത് രോഗിയും സൗഖ്യമാകും. എന്നാൽ ഇവിടെ ഒരു പ്രാവശ്യം തൊട്ടിട്ട് സൗഖ്യമാകാഞ്ഞത് കർത്താവിന്റെ ശക്തിയുടെ കുറവുകൊണ്ടല്ല. ഇന്ന് ഞാനും നിങ്ങളും ഈ സത്യം മനസ്സിലാക്കണം. എന്താണ്, ഒരിക്കൽ ഒരു തൊടിയിൽ അനുഭവിച്ചത് കൊണ്ട് കാര്യം പൂർണ്ണമാകുന്നില്ല. നമുക്ക് പിന്നെയും ഒരു സെക്കൻഡ് ടച്ച് ആവശ്യമാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവത്തിങ്കിൽ നിന്ന് ഒരു സ്പർശനം നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ഒരു സമയത്ത് ദൈവിക സ്പർശനം അനുഭവിച്ചിട്ടുണ്ടാകാം, എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പകൽക്കാലം നമുക്ക് ഒരു പുതിയ ദൈവിക സ്പർശനം ആവശ്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്റെ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ സ്പർശിക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ, നമുക്കറിയാം ഇന്ത്യയുടെ പരിസ്ഥിതി മനുഷ്യന് മൃഗങ്ങളുടെ അത്രയും പോലും വിലയില്ല. അവരുടെ കാഴ്ചപ്പാടിൽ ഹല്ലേലൂയ മൃഗങ്ങൾക്കാണ് മനുഷ്യനെക്കാട്ടിൽ വിലയുള്ളത്. അതിന്റെ കാരണം എന്താണ്? അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ കണ്ണ് യഥാർത്ഥമായി തുറന്നവർക്കറിയാം ഹല്ലേലൂയ അതേ ഒരാത്മാവിന്റെ വില വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിലും അകമേയുള്ള കണ്ണുകൾ തുറക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ വില നാം മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. ഈ കുരുടൻ ആദ്യം മനുഷ്യനെ കണ്ടത് മരം പോലാണ്. ഇന്നും പലര്, ഞാൻ പറഞ്ഞല്ലോ, പശുവിനെ പോലും അല്ലെങ്കിൽ മൃഗത്തെ പോലെ വിലയില്ലാത്ത ഒന്നായി മനുഷ്യനെ കാണുന്നവരുടെ കണ്ണിപ്പോഴും കുരുടായിരിക്കുമ്പോൾ അത് വ്യക്തമായ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പ്രതിച്ഛായയാണെന്നും ദൈവത്തിന് വിലപ്പെട്ടതാണെന്നും കാണുവാനായി കണ്ണു തുറന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിന് അവരർത്ഥം കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ലഭിച്ച ഈ അല്പായുസിനകത്ത് എത്രയധികം പേരെ നേടി ദൈവരാജ്യത്തിന് കാഴ്ചവെക്കാൻ കഴിയുമോ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എന്റെ ജീവിതം നയിക്കണമെന്നുള്ളത് കണ്ണു തുറക്കുന്ന ദൈവദാസന്മാരുടെ കാഴ്ചപ്പാടാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എനിക്ക് തന്നൊരു ചിന്ത പരിശുദ്ധാത്മാവ് തന്ന് ഞാൻ പറയട്ടെ. ഈ ലോകത്തിൽ രണ്ട് നിലയിൽ, പ്രധാനമായിട്ടും പല നിലകളുണ്ടെങ്കിലും മനുഷ്യൻ കാണുന്നത് ആയ കാര്യത്തെക്കുറിച്ച് ദൈവാത്മാവ് ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഒന്ന്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും കാണുന്നത് അവന്റെ കണ്ണിലൂടെ മാനുഷികമായ നിലയിലാണ്. മറ്റൊന്ന്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ അവനെ കാണുവാനായിട്ടിടയാകും.
കഴിഞ്ഞ ദിവസം മരിച്ചതായ രവി സക്കറിയെ കുറിച്ച് നാം കേട്ടുവല്ലോ. അദ്ദേഹം ഏതൊരു പാവപ്പെട്ടവനെ കണ്ടാലും ഇവൻ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് മനസ്സിലാക്കി കാഴ്ചപ്പാടോടെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ആ ദൈവഭക്തനെ ദൈവം ഉപയോഗിച്ചതുപോലെ ഒരു മനുഷ്യനെ കാണുമ്പോൾ കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ആദിവാസിയാകട്ടെ, നഗരവാസിയാകട്ടെ, ഇത് ദൈവത്തിന്റെ പ്രതിമയായ ഒരാത്മാവാണെന്ന് വ്യക്തമായി കാണുവാൻ കാഴ്ചപ്പാട് ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമല്ല. ആ വ്യക്തി പോയാലെന്നാ വന്നാലെന്നാ എനിക്കെന്നാ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയ്യോ കഷ്ടം. മറിച്ച് ഏതൊരു സൃഷ്ടിയാണെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും അതേ ദൈവത്തിന്റെ പ്രതിമയുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിന്റെ വില മനസ്സിലാക്കി അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതേ മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നിസ്സാരമായി കാണുവാൻ കഴിയുകയുള്ളൂ. ഭക്തിമായി ഒരിക്കൽ യേശു പോകുന്ന ശബ്ദം കേട്ടിട്ട് വളരെ ആഗ്രഹത്തോടെ നിലവിളിച്ചപ്പോൾ അടുത്ത് നിന്നവർ പറഞ്ഞു, എടാ കുഞ്ഞെ നീ ഒന്ന് മിണ്ടാതിരി, യേശു ഗൗരവമായ ഒരു കാര്യമായി പോകുമ്പോൾ നീ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞെന്താണ്, നിങ്ങളൊന്നും മിണ്ടാതിരി, അവനെ ഈ വിളിക്ക്, എനിക്ക് അവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. അത് കൂടെ നിന്നവരൊക്കെ അവനെ തിരസ്കരിച്ചപ്പോൾ, നിസാരമായി തള്ളി അവനെ മിണ്ടാതിരിക്കുവാനായി നിർബന്ധിച്ചപ്പോൾ യേശു അവനെ കണ്ടത് അവന്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് അവനെ വിളിച്ചു. യേശു അവിടെ നിന്നു, അവനെ വിളിച്ചു, അവനെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, യേശു കാണുന്ന കാഴ്ചപ്പാടിലൂടെ, ദൈവം കാണുന്ന കാഴ്ചപ്പാടിലൂടെ ജീവിതങ്ങളെ കാണുവാൻ കാഴ്ചപ്പാട് ലഭിച്ചവർക്കായി ഈ പകൽക്കാലം നിങ്ങളോട് ചേർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അത് ദൈവത്തിങ്കൽ ലഭിക്കുന്ന ഒരു ദർശനമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വയ ജീവിതത്തെ അവർ തങ്ങളുടെ രീതിയിൽ കാണും. കർത്താവ് എനിക്കൊരു കഴിവുമില്ല, യെരമ്യാവ് പറഞ്ഞ ബാലന, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നീ ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. അതെ, ഈ ചലഞ്ച് വിഷൻ ചലഞ്ചില് ആരെങ്കിലും തങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കർത്താവ് എനിക്കതിനുള്ള വിളിയില്ല, എനിക്കതിനുള്ള കൃപയില്ല എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കണ്ണിലൂടെ കാണുന്നു. എന്നാൽ ദൈവം നിങ്ങളെ കാണുന്നത് അവൻ ഗിദെയോനെ കണ്ടതുപോലെയാണ്. അത് ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ കരുവേലകത്തിന്റെ കീഴില് ഒറ്റയ്ക്ക് അല്പം ഭയത്തോടെയാണെങ്കിലും അത് മെതിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഗിദെയോന്റെ അടുക്കല് ദൈവം ചെന്നിട്ട് ദൈവദൂതൻ പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ ചോദിക്കുക, അവൻ പേടിച്ചു വരച്ചു നിൽക്കുകയാണ് അവന്റെ സ്വന്തം കാഴ്ചപ്പാടിൽ. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അവൻ ഒരു പരാക്രമശാലിയാണ്. അതുകൊണ്ട് പിന്നത്തെ ദൈവം അവനെ കമ്മീഷൻ ചെയ്ത് അയക്കുന്നു, ഈ ബലത്തോടെ പോകാം. ഇന്ന് പകൽക്കാലം തങ്ങൾക്ക് തന്നെ തങ്ങൾ ഒന്നുമില്ല എന്നും എന്നെ ഉപയോഗപ്പെടുത്താൻ കൊള്ളുകയില്ലെന്നും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് തന്റെ വചനത്തിലൂടെ, തന്റെ ആത്മാവിലൂടെ, തന്റെ ശബ്ദത്തിലൂടെ, തന്റെ ദർശനത്തിലൂടെ നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് വളരെ പ്രയോജനമുള്ളവരായി മാറ്റപ്പെടുവാൻ, ഒരു ദേശത്തെ തന്നെ കീഴടക്കുവാൻ പര്യാപ്തമായി തീരുമെന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് കർത്താവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ പത്രോസിന്റെ കാര്യം ഇങ്ങനെ ഹല്ലേലൂയ ചിന്തിപ്പാൻ ദൈവാത്മാവ് സഹായിച്ചു. ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ആമേൻ. പത്രോസിനെ കർത്താവ് 2-3 ഘട്ടങ്ങളിലായിട്ടാണ് തൊടുവാനിടയായത്. ഒന്ന്, അവന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ തിരുത്തേണ്ടതിനായിട്ട് ലൂക്കോസ് 22 കർത്താവ് അവനെ ഒന്ന് തൊടുന്ന സന്ദർഭം നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. എന്താണ് ഞാൻ ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്നതായ പത്രോസിന്റെ ജീവിതത്തില് യേശുവിനെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ യേശു അവനെ തിരിഞ്ഞൊന്ന് നോക്കി. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിടുന്നവനല്ല. അവനെ അതേ ഒന്ന് നോക്കിയിട്ട് അവിടെ എഴുതിയിരിക്കുന്ന അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ്. ഹല്ലേലൂയ. അത് ആരുടെ ഹൃദയത്തെ കർത്താവ് തൊട്ടാലും അവർക്ക് കരയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാനും നിങ്ങളും ഇന്ന് അവിടെ ആയിരിക്കുന്നത്, ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഓർക്കുമ്പോൾ, അവന്റെ സ്പർശനമാണെന്ന് ഓർക്കുമ്പോൾ, അവൻ തൊട്ട ഭക്തന്മാർക്കായി, ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. രണ്ടാമത് കർത്താവ് അവനെ തൊടുന്നത് തിബരിയാസ് കടലിന്റെ
കരയിൽ വെച്ചാണ് ഹല്ലേലൂയ അവിടെ ഇതാ അവനെ ഒന്ന് തൊട്ടെങ്കിലും ആള് ശരിയായില്ല. രണ്ടാമത് വീണ്ടും തൊടുവാനായി പോവുകയാണ്. അവന്റെ പഴയ പണിക്ക് വേണ്ടി തിബരിയാസ് കടലിലേക്ക് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് മടങ്ങി വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവര് പറഞ്ഞു, ഒന്നുമില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഹല്ലേലൂയ അതേ കർത്താവ് പറഞ്ഞു, ആ വലതുഭാഗത്തേക്ക് മാറ്റി വല എറിയുവാനായിട്ട് പെരുത്ത മീൻകൂട്ടം കിട്ടി അവർ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവർ കാണുന്നത് കനലിൽ മേൽ ചുട്ട അടയാണ്. ഹല്ലേലൂയ ചൂടുള്ളതായ അപ്പവും ഹല്ലേലൂയ മീനുമാണ്. പ്രിയരേ, എന്റെ കർത്താവിന്റെ സെക്കൻഡ് ടച്ചാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അന്ന് കർത്താവ് അവനെ ഒന്നുകൂടെ ഒരുക്കിയെടുക്കുവാനിടയായ എന്താണ് ഹല്ലേലൂയ അതേ കർത്താവ് അവനോട് 15-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 21:15 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ആമേൻ, യോഹന്നാന്റെ മകനായ ശിമോനെ, ഇതിലധികമായി ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് ഹല്ലേലൂയ കർത്താവ് തൊടുവാൻ ആഗ്രഹിക്കുന്നവരോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ ജോലിയേക്കാൾ, നമുക്കുള്ള എല്ലാ ഭൗതിക നേട്ടങ്ങളെക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസിനെ പോലെ ഒരുപക്ഷെ ഞാനും നിങ്ങളും പറയും സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാൽ അതിനകത്തൊരു ചെറിയ ഹല്ലേലൂയ വസ്തുത ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് കർത്താവ് വീണ്ടും ചോദിക്കുന്നു. അത് മൂന്നാമതും ചോദിക്കുമ്പോൾ അവൻ സത്യം പറയുന്നു, കർത്താവേ, നീ സകലവും അറിയുന്നു എന്ന് പറഞ്ഞ് അവൻ ദുഃഖിതനായി തീരുവാനിടയായി. ഇവിടെ അവന്റെ ഹൃദയത്തെ കർത്താവ് തൊടുവാനിടയായി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കർത്താവ് ആരെ തൊട്ടാലും അവരുടെ ഹൃദയം ഒന്ന് അലിയുവാനിടയാകും, ഉടയുവാനിടയാകും, ഒന്നുകൂടെ സമർപ്പിക്കുവാനിടയാകും, അവർക്കൊരു പുതിയ ദർശനം ലഭിക്കാനിടയാകും. മാത്രമല്ല പുതിയൊരു ബലം ലഭിക്കുവാനും ഇടയായി തീരും. ഹല്ലേലൂയ. ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം എന്നോട് പറഞ്ഞു. അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മെ ഏറ്റവും അധികം കർത്താവ് തൊടുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മാവിലാണ്, ദൈവമക്കളായതുകൊണ്ട്. കാരണം നമ്മൾ ഒരിക്കൽ ആത്മാവിൽ വീണ്ടും ജനിച്ചെന്നുള്ളത് ശരിയാണെങ്കിലും ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവ് ലൈവ് ആയിരിക്കണം. ഏതെങ്കിലും വിധത്തിൽ പാപത്തിന്റെ ചെറിയ ഒരു മാലിന്യം ഉണ്ടായാൽ ഈ ആത്മാവ് ഡെഡ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീക്ക് ആകാൻ സാധ്യതയുണ്ട് എന്നതുപോലെ ഹല്ലേലൂയ അതിന് ആധാരമായിട്ടുള്ള ഒരു വചനം ഞാൻ പറയുന്നതിന് മുൻപ് ദൈവാത്മാവ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായി തന്ന ഒരു ദൃഷ്ടാന്തം വളരെ നിസ്സാരമാണ്. നമുക്കറിയാം, നമ്മൾ മൃഗത്തോടൊന്ന് സംസാരിക്കുന്നിരിക്കട്ടെ, ഒരു പരിധി വരെ മൃഗത്തോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. നമ്മുടെ വീട്ടിൽ ഒരു വളർത്തുപട്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, പക്ഷെ ചിരിക്കാൻ പറഞ്ഞാലും ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു അരമണിക്കൂർ പട്ടിയോട് പ്രസംഗിച്ചാല് ആ പുള്ളിക്ക് ഒരു കാര്യവും മനസ്സിലാകത്തില്ല. കാരണം എന്താണ്? പട്ടിക്ക് ആത്മാവില്ല, ശരീരവുമുണ്ട് പ്രാണനുമുണ്ട്. എനിക്കുമുണ്ട് ശരീരവും പ്രാണനും. പക്ഷേ ആത്മാവ് പട്ടിക്കില്ലാത്തത് കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഗ്രഹിപ്പാനുള്ള കഴിവ് പട്ടിക്കില്ല എന്നതുപോലെ നമുക്ക് പ്രാണനുമുണ്ട്, ആത്മാവുമുണ്ട്, ശരീരവുമുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവ് ലൈവ് അല്ലെങ്കിൽ മരിച്ച അവസ്ഥയിലാണെങ്കിൽ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത് ഗ്രഹിക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോകുന്നെങ്കിൽ അതിന്റെ കുറ്റക്കാരൻ ദൈവമല്ല, നമ്മളാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് ശക്തിയോടെ ദൈവത്തിങ്കൽ ലഭിച്ച ദൂത് പറയുവാനുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ അകത്തെ ആത്മാവ് ആമേൻ ഒരു ടച്ചിലൂടെ, ദൈവവചനത്തിന്റെ സ്പർശനത്തിലൂടെ, ദൈവഭൃത്യന്റെ ശുശ്രൂഷകളിലൂടെ, നിങ്ങളുടെ പാസ്റ്ററിന്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആത്മാവെന്ന് സ്പർശിക്കപ്പെട്ടാൽ, ഞാൻ ഹല്ലേലൂയ മയങ്ങിക്കിടക്കുമ്പോൾ ദൈവാത്മാവ് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. ഒരു വ്യക്തിയിൽ ആത്മാവ് ലൈവായി തീർന്നാൽ ആ വ്യക്തി എങ്ങനെയല്ല ഉപയോഗിക്കുവാനായി കഴിയുമെന്നുള്ളത് അതൊക്കെ വിശദീകരിക്കാനുള്ള സമയമല്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറയട്ടെ. ഇതിന് ആധാരമായി തന്ന വാക്യം നമുക്കറിയാവുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തില് യേശുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അതേ, പൈതൽ ശരീരത്തിൽ വളർന്നു, ബുദ്ധിമണ്ഡലത്തിൽ ജ്ഞാനം നിറഞ്ഞു. എന്നാൽ അടുത്തത് വളരെ പ്രത്യേകമാണ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഒരു സമയമുണ്ട്. അതെ, ലോകം പറയുന്നത് 20ഓ 25ഓ വയസ്സ് വരെ ശരീരത്തിന് മുകളിലോട്ട് വളരുകയുള്ളൂ, പിന്നെ സൈഡിലോട്ടാണ് വളരുന്നത്. അത് നല്ലതുമല്ല. ഹല്ലേലൂയ. എന്നാൽ അതേ, ബുദ്ധിക്കും വളർച്ചയ്ക്കൊരു സമയമുണ്ട്. ഒരാൾ പഠിച്ചു, 12th ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിഗ്രി, ഡോക്ടറേറ്റ്, ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സാവകാശമില്ല, പിന്നെ ജോലി ചെയ്യുകയാണ്. എന്നാൽ ആത്മാവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിൽ പറയട്ടെ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു നിന്നു എന്നല്ല പോന്നു. ഹല്ലേലൂയ. ആത്മാവിലുള്ള വളർച്ച ഒരു ദിവസം പോലും തീരുന്നില്ല. അത് മരണ ദിവസം വരെ വളർന്നുകൊണ്ടിരിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ.
ജീവബാബ ശന്തല റിക്കതിവികാര ബലവ. അതുകൊണ്ട് അങ്ങനെ വളരുന്നവർക്കൊരു ഒരു ബോണസ് കിട്ടും. എന്താണ്? ദൈവകൃപ വ്യാപരിക്കുവാനിടയാണ്. ആത്മാവിൽ വീക്കായിരിക്കുന്ന വ്യക്തി മരിച്ചതിന് തുല്യമാണ്. അതേ ദൈവസഭയോട് ദൂത് പറയുമ്പോൾ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. എന്നാൽ ശാലോം സഭ ഒരിക്കലും അങ്ങനെയല്ല. എനിക്കറിയാം, ജീവിക്കുന്ന ഒരു ദൈവഭക്തൻ ഉണ്ടെങ്കിൽ, ദൈവഭക്തനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനാണ് ദൈവമക്കൾ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് പകലില് നമ്മുടെ ആത്മാവിനെ ഒന്നുകൂടെ കർത്താവ് സ്പർശിക്കുമ്പോൾ ദൈവത്തിന് വളരെ പ്രയോജനമുള്ളവരായി നമ്മെ തീർക്കുവാനായിട്ട് അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യമാണ്. ഹല്ലേലൂയ. അതേ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മാവ് ബലപ്പെട്ടാലുള്ള ഗുണം എന്താണെന്ന് നമുക്കറിയാം. ആത്മാവിൽ നമ്മൾ ആരാധിക്കുവാനിടയാകും. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് ഇടയാകും. പത്രോസിനെ കർത്താവ് മൂന്നാമത് തൊടുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. ഒന്ന്, അവൻ അതേ കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കി അവനെ തൊട്ടു. രണ്ട്, തിബരിയാസ് കടലിന്റെ തീരത്ത് വെച്ച് അവന്റെ പരാജയത്തെ മാറ്റി അവനെ വീണ്ടും തൊടുവാൻ ഇടയായി. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ശരിയായിട്ടുള്ള സ്പർശനം പരിശുദ്ധാത്മാവിലൂടെ പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞ ദൈവ പദ്ധതിയുടെ നിവർത്തി അന്ന് സംഭവിച്ചു. ഒറ്റ പ്രസംഗം 3000 പേർ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം തുറന്നിരിക്കുന്നുവെങ്കിൽ ഹൃദയവും ആത്മാവുമായിട്ടാണ് ബന്ധമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയം ആര് തുറന്നിരിക്കുമോ അവരുടെ അകത്തേക്ക് ദൈവവചനം കടന്നു എന്നിട്ട് ആത്മാവിന്റെ സാമർത്ഥ്യത്താൽ അവരെ സ്പർശിച്ച് ഹല്ലേലൂയ അവരെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഒന്നാമത് ആത്മാവിന്റെ ആരാധന പെന്തക്കോസ്ത് നാളിൽ നടക്കുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല, ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മുടെ സന്തോഷം മൊബൈലിലല്ല, നമ്മുടെ സന്തോഷം ടി വി കാണുന്നതല്ല. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവും മാത്രമല്ല, ഉപവാസവും ഉണ്ട്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. ഇപ്പോൾ ഒരുമിച്ച് വന്ന് സന്തോഷിക്കാൻ വകയില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് സന്തോഷിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. റോമർ 14:17 നാം കാണുന്നു, ദൈവാത്മാവിൽ സന്തോഷിക്കാൻ ഇടയാകണം. അത് മാത്രമല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എഫേസ്യർ 6:18 റോമർ 8:26 ഹല്ലേലൂയ. നാം ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെ എങ്കിൽ നമ്മുടെ ആത്മാവ് ബലപ്പെടുവാൻ ഇടയാകും. ഞാനിപ്പോൾ 1 മണിക്കൂർ ബുദ്ധി കൊണ്ട് സ്തോത്രം പറയുമെങ്കിൽ 1 മണിക്കൂർ ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. അന്യഭാഷകളില് അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിലയിൽ ബലപ്പെടുവാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതകളെല്ലാം മാറ്റപ്പെടും. അതുകൊണ്ടാണ് ഹല്ലേലൂയ അതേ യെശയ്യാവ് 40:31 എഴുതിക്കുമ്പോൾ യഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവാനായിട്ട് ഇടയായി തീരും. അതെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലമല്ല, നമ്മുടെ ശക്തിയുടെ രഹസ്യം നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ നാം ശക്തി പ്രാപിച്ചാൽ ആത്മാവിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനായി ദൈവം നമുക്ക് കൃപ നൽകും. 1 കൊരിന്ത്യർ 14:2 ആത്മാവിൽ സംസാരിക്കുന്നവൻ, അന്യഭാഷകൾ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് വലിയൊരു മാറ്റം വന്നിട്ട് ആത്മീകമായി ശക്തിയും ബലവും പുതുക്കവും ഉള്ളവരായിട്ട് ബലപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അല്ലാതെ ഹല്ലേലൂയ സാധ്യമല്ലെന്നുള്ള സത്യം ഞാൻ ആത്മാവിന്റെ ശക്തിയോട് ദൈവജനത്തെ അറിയിക്കുമ്പോൾ അടിയന്റെ ആഗ്രഹം ഈ വചനം കേൾക്കുന്ന ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വാസ്തവമായിട്ടും നാം ഒരു വ്യത്യസ്ത വ്യക്തിയായി മാറ്റപ്പെടുവാൻ ഇടയാകും. പഴയ നിയമത്തിലെ ശൗലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ അവൻ ആള് മാറിയതുപോലെയായി, നാം ആള് മാറിയതുപോലെയായി തീർന്നിട്ട് ഹല്ലേലൂയ അതേ ദൈവസ്ഥൽ സമർപ്പിക്കപ്പെടുവാൻ ഇടയായി. ഇവാൻ റോബർട്ട് എന്ന ദൈവഭക്തനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഉണർവിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം തന്നെ ശക്തിയോട് ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടാണ്. ഇതേ നമ്മ ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് നാം വരികയാണ്. കാരണം ഈ വൈറസ് ഇപ്പോൾ വ്യാപരിച്ചിരിക്കുന്നത് സമയമായെന്ന് എനിക്ക് തോന്നി. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആരോ ഒരാൾ പറഞ്ഞു 1.25 ഗ്രാമേ ഉള്ളൂ മൊത്തം വൈറസോടെ തൂക്കിയാലെന്നാണ്.
1.25 ഗ്രാം. ഈ 1.25 ഗ്രാമുള്ള ഈ വൈറസ് ലോകത്തിലെ രാജ്യങ്ങളെ മുട്ടുമടക്കിയത് വൈറസിന്റെ ശക്തി കൊണ്ടല്ല, അന്ത്യകാലത്ത് കർത്താവിന്റെ സഭയെ ഒരുക്കാനുള്ള ദൈവ പദ്ധതിയായിട്ടാണ്. അതിനു മുമ്പ് വലിയൊരു ഉണർവ് വന്നേ മതിയാകുള്ളൂ. ഇപ്പോഴിവിടെ പട്ടിയെ തല്ലുന്നത് പോലെ ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അത് ഇതിന് ശേഷം ഒരു വലിയ ഉണർവ് ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ ശാലോം സഭയ്ക്ക് അതിന്റെ പങ്കാളിത്തം ഇന്ത്യയിൽ വഹിക്കാനായിട്ടുള്ള ദർശനം ദൈവം തന്നെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ ഒരു ഉണർവിന് വേണ്ടി ഒരു യവനക്കാരനാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, ഇവാൻ റോബർട്ടിനെ പോലെ ഏതൊരു വ്യക്തിയും ആകട്ടെ, ആഗ്രഹിക്കുന്നവരെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ ആത്മാവിനാൽ ശക്തിപ്പെടുത്തിയിട്ട് അവരെ ശക്തിയോട് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തിന്റെ സ്പർശനം ഇന്ന് പകൽ നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ കൂടെ സ്പർശിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള മാനപാത്രങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഈ പകലിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഇത് ദൈവത്താൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ദൈവവൃത്തനിലൂടെ സഭയിലൂടെ ഒരുക്കപ്പെട്ട ഈ ശ്രേഷ്ഠമായ സമയത്തിന് നന്ദി കരറ്റി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസന്മാർക്ക് വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാക്കിൽ ചുരുക്കുന്നു. ശ്രവിച്ച എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും വന്ദനം. ദൈവാത്മാവ് നമ്മെ സ്പർശിക്കുമാറാകട്ടെ. അതേ തുടർന്നുള്ള പ്രാർത്ഥനയ്ക്കായി ദൈവവൃത്തിനെ മീറ്റിംഗ് കൈമാറുകയാണ്.